ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ മെയ് 2 ബിഷപ്പും ഡോക്ടറുമായ വിശുദ്ധ അത്തനേഷ്യസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ അത്തനേഷ്യസിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ. പക്ഷേ അദ്ദേഹം അവശേഷിപ്പിച്ച ബൃഹത്തായ രചനകൾ കാരണം അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ നേതൃത്വം, ധൈര്യം, വിശ്വാസത്തിൻ്റെ ആഴം എന്നിവയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അറിയാം. ഒരു കഥ പറയുന്നത്, അത്തനേഷ്യസ് ഒരു കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹവും രണ്ട് സുഹൃത്തുക്കളും കടൽ തീരത്ത് കളിക്കുകയായിരുന്നു. അലക്സാണ്ട്രിയയിലെ ബിഷപ്പ് അവരെ ശ്രദ്ധിച്ചു എന്നാണ്. ബിഷപ്പിനെ അനുകരിച്ച് യുവ അത്താനിയസ് മറ്റ് ആൺകുട്ടികളെ സ്നാനപ്പെടുത്തിയതായി നടിക്കുന്നതായി ബിഷപ്പ് നിരീക്ഷിച്ചു. അത്തനേഷ്യസിൻ്റെ വിശ്വാസവും കൂദാശയെക്കുറിച്ചുള്ള ഗ്രാഹ്യവും പരിശോധിച്ച ശേഷം അത്തനേഷ്യസ് മറ്റ് ആൺകുട്ടികളെ സ്നാനപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ സാധുവാണെന്ന് ബിഷപ്പ് പ്രഖ്യാപിച്ചു. തുടർന്ന് ബിഷപ്പ് അത്തനേഷ്യസിനെ തൻ്റെ ചിറകിൻ കീഴിൽ ഏറ്റെടുക്കുകയും അഭിവൃദ്ധി പ്രാപിച്ച ക്രിസ്ത്യൻ നഗരമായ അലക്സാണ്ട്രിയ അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു മികച്ച വിദ്യാർത്ഥിയായി, പ്രത്യേകിച്ച് വിശുദ്ധ തിരുവെഴുത്തുകളിൽ മുഴുകി നിന്നു. അക്കാലത്ത് ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളുടെ മിശ്രിതമുള്ള ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു അലക്സാണ്ട്രിയ. വിശ്വാസം ശക്തമായിരുന്നു. നഗരത്തിലെ സ്കൂളുകൾ പ്രസക്തമായിരുന്നു. അലക്സാണ്ട്രിയയിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങൾ മുഴുവൻ സഭയെയും ബാധിച്ചു. 311 അലക്സാണ്ട്രിയയിലെ ഒരു സമ്പന്ന ഇടവകയിലെ പുരോഹിതനായ ആരിയസ് വിശ്വാസത്തിനെതിരായ അവസാന റോമൻ പീഡനങ്ങളിലൊന്നിൽ രക്തസാക്ഷിയായി. 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മിലാനിലെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആചാരം നിയമവിധേയമാക്കി. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അത്തനാസ്യൂസ് അലക്സാണ്ട്രിയയിലെ ഒരു ഡീക്കനായി നിയമിച്ചു. ഒരു ഡീക്കൻ എന്ന നിലയിൽ തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മഹത്തായ കൃതിയായ വചനത്തിൻ്റെ അവതാരത്തെക്കുറിച്ച് വഴി പ്രത്യേകിച്ചും അറിയപ്പെടും. അതിൽ യേശു പിതാവിൻ്റെ ദിവ്യവും ശാശ്വതമായ വചനമാണെന്ന് അദ്ദേഹം ശക്തമായി പ്രസ്താവിച്ചു. ക്രിസ്തു മതം നിയമവിധേയമാക്കുകയും സഭയുടെ ബാഹ്യപീഡനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തതോടെ സഭയ്ക്കെതിരായ ഒരു പുതിയ ആക്രമണം ആരംഭിച്ചു. ഇത്തവണ ഉള്ളിൽ നിന്ന്. ഏകദേശം 318 അലക്സാണ്ട്രിയയിലെ ഒരു സമ്പന്ന ഇടവകയിലെ പുരോഹിതനായ ആരിയസ് തൻ്റെ ബിഷപ്പ് ഒരു മതഭ്രാന്തനാണെന്ന് പ്രസംഗപീഠത്തിൽ നിന്ന് പ്രഖ്യാപിച്ചു. ദൈവപുത്രൻ പിതാവിന് കീഴ്പ്പെട്ടവനാണെന്നും അവൻ്റെ ദൈവത്വത്തിൽ പങ്കുചേരുന്നില്ലെന്നും അതിനാൽ നിത്യനോ സഹനിത്യനോ അല്ലെന്നുള്ള തൻ്റെ വിശ്വാസത്തെ അദ്ദേഹം പ്രചരിപ്പിച്ചു. അലക്സാണ്ട്രിയയിലെ ബിഷപ്പ് ആരിയസിനെ അനുരഞ്ജിപ്പിക്കാൻ കഠിനമായി പരിശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 321 അലക്സാണ്ട്രിയയിൽ ഏകദേശം 100 ബിഷപ്പുമാരുടെ ഒരു സിനഡ് നടന്നു. അവർ ആരിയസിൻ്റെ പഠിപ്പിക്കലുകൾ നിരസിച്ചു. പിന്നീട് ആരിയസ് ബിഷപ്പുമാരെ നിരാകരിക്കുകയും പാലസ്തീനിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. അവിടെ അദ്ദേഹം തൻ്റെ തെറ്റുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. സാമ്രാജ്യത്തിലുടനീളം ക്രിസ്തുമതം നിയമവിധേയമായതോടെ ആരിയസ് ഒരു പ്രചാരണത്തിന് പോയി. അവൻ അല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു പോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ച ചെറിയ സ്തുതിഗീതങ്ങൾ പോലും രചിക്കുവാൻ പോലും തുടങ്ങി. ഒടുവിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ വിവാദത്തെക്കുറിച്ച് കേട്ടു. അദ്ദേഹം അത് പരിഹരിക്കാൻ ആഗ്രഹിച്ചു. 325 കോൺസ്റ്റന്റിനോപ്പിളിനടുത്തുള്ള നിക്കിയ നഗരത്തിൽ പോപ്പ് സിൽവസ്റ്റിൻ്റെ സഹകരണത്തോടെ കോൺസ്റ്റന്റൈൻ ആദ്യ എക്യുമെനിൽ ചർച്ച് കൗൺസിൽ വിളിച്ചുകൂട്ടി. സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബിഷപ്പുമാർ ഒത്തുകൂടിയപ്പോൾ അവരിൽ പലരും ജീവിതത്തിലുടനീളം സഹിച്ച റോമൻ ചക്രവർത്തിമാരുടെ പീഡനത്തിൻ്റെ ശാരീരിക അടയാളങ്ങൾ വഹിച്ചു. ഇപ്പോൾ അവർ ഒരു പുതിയ ശത്രുവിനെ അഭിമുഖീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ നിഷേധിക്കാൻ ശ്രമിച്ച ഒരാൾ. കൗൺസിലിൽ എല്ലാവരുടെയും കേൾവിയിൽ തൻ്റെ വാദം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം ആരിയസിന് ലഭിച്ചു. അലക്സാണ്ട്രിയയിലെ ബിഷപ്പും തൻ്റെ വാദം ഉന്നയിച്ചു. ദൈവവചനത്തിൻ്റെ അവതാരത്തെക്കുറിച്ച്
എന്ന തൻ്റെ കൃതിയെ അടിസ്ഥാനമാക്കി ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ പിന്തുണയ്ക്കുന്നുള്ള ഏറ്റവും വ്യക്തവും ബോധ്യപ്പെടുത്തുന്നതുമായ ശബ്ദങ്ങളിൽ ഒരാളായിരുന്നു ഡീക്കൻ അത്തനാസിയസ് എന്നും പിന്നീടുള്ള സാക്ഷ്യത്തിൽ പറയുന്നു. സന്നിഹിതരായിരുന്ന 300-ലധികം ബിഷപ്പുമാരിൽ അലക്സാണ്ട്രിയയിലെ ബിഷപ്പും ഡീക്കൻ അത്തനേഷ്യസും വ്യക്തമായ നിലപാടിനെ പിന്തുണയ്ക്കാൻ 2 പേർ മാത്രമേ വിസമ്മതിച്ചുള്ളൂ. സഭയുടെ ശുദ്ധമായ വിശ്വാസം വ്യക്തമായും സംക്ഷിപ്തമായും വ്യക്തമാക്കുന്നതിനായി ഒരു വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തി. നിസിൻ വിശ്വാസ പ്രമാണം. ആര്യസിനൊപ്പം അത് സ്വീകരിക്കാൻ വിസമ്മതിച്ച രണ്ട് ബിഷപ്പുമാരെയും നാടുകടത്തി. കൗൺസിലിന് തൊട്ടു പിന്നാലെ അലക്സാണ്ട്രിയയിലെ ബിഷപ്പ് മരിച്ചു. 30 വയസ്സുള്ള അത്തനേഷ്യസിനെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു. ഇത് എല്ലാ ജനങ്ങളുടെയും സന്തോഷത്തിന് കാരണമായി. നിസിയൻ വിശ്വാസ പ്രമാണം പുറപ്പെടുവിച്ച് നിസിയ കൗൺസിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് ഒരാൾ കരുതിയേക്കാം. പക്ഷേ അത് സംഭവിച്ചില്ല. താമസിയാതെ ആര്യസിന് പിന്തുണച്ച നാടുകടത്തപ്പെട്ട ബിഷപ്പുമാർ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പിന്തുണ നേടുകയും അലക്സാണ്ട്രിയയിൽ നിന്ന് ബിഷപ്പ് അത്തനേഷ്യസിനെ നാടുകടത്താൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. 4 വ്യത്യസ്ത റോമൻ ചക്രവർത്തിമാരിൽ നിന്ന് ബിഷപ്പ് അത്തനേഷ്യസിന് അനുഭവിച്ച 5 പ്രവാസികളിൽ ആദ്യത്തേതാണിത്. വാസ്തവത്തിൽ അലക്സാണ്ട്രിയയിലെ ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ 48 വർഷങ്ങളിൽ 17 വർഷവും പ്രവാസത്തിലായിരുന്നു. റോമ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയാം. ഈ തിരുവെഴുത്ത് തീർച്ചയായും വിശുദ്ധ അത്തനേഷ്യസിൻ്റെ ജീവിതത്തിൽ നിറവേറി. 5 പ്രവാസ ജീവിതത്തിനിടയിൽ അദ്ദേഹം 50-ലധികം കത്തുകൾ എഴുതി. അവ ഇന്നും നിലനിൽക്കുന്നു. വിശ്വാസത്തെക്കുറിച്ചുള്ള നിരവധി കൃതികൾ, മരുഭൂമിയിലെ വിശുദ്ധ അന്തോണീസ് എന്ന വിശുദ്ധൻ്റെ ആദ്യത്തെ വിശദമായ ജീവചരിത്രം, മരുഭൂമിയിലെ സന്യാസിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അറിവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിശുദ്ധ അന്തോണീസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം. ആൻ്റണിയുടെ മരണത്തിനു മുമ്പ് അത്തനേഷ്യസ് കുറഞ്ഞത് 1 വർഷമെങ്കിലും അന്തോണീസിനൊപ്പം ചെലവഴിച്ചുവെന്നും പിന്നീട് 5-6 വർഷം കൂടി അന്തോണിയെ മരുഭൂമിയിലെ സന്യാസിമാരുടെ സമൂഹത്തോടൊപ്പം ചെലവഴിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ അതുല്യമായ വിളിയെക്കുറിച്ചുള്ള അത്തനേഷ്യസിൻ്റെ അറിവും അതിലെ പങ്കാളിത്തവും ആദ്യകാല സഭയ്ക്ക് ഏകാന്തതയുടെയും പ്രാർത്ഥനയുടെയും വിളിയുടെ ശക്തമായ സാക്ഷ്യം നൽകി. അദ്ദേഹത്തിൻ്റെ പുസ്തകം അക്കാലത്തെ ഏറ്റവും പകർത്തിയ പുസ്തകങ്ങളിൽ ഒന്നായി മാറി. ഇന്ന് വളരെയധികം പ്രചാരത്തിലുണ്ട് ഈ പുസ്തകം. മരുഭൂമിയിലെ സന്യാസിമാരുടെ മാത്രമല്ല, മതവിശ്വാസികളുടെയും പുരോഹിതന്മാരുടെയും സാധാരണക്കാരുടെയും ധ്യാനാത്മക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യത്തിന് ആ കൃതി മാത്രം വളരെയധികം സംഭാവന നൽകിയിട്ടുള്ളതിൽ സംശയമില്ല. കൂടാതെ അത്തനേഷ്യസിൻ്റെ മറ്റു കൃതികൾ ഒടുവിൽ ആര്യൻ പാഷണ്ഡതയെ പൂർണ്ണമായി നിരാകരിക്കുന്നതിലേക്ക് നയിച്ചു എന്നു മാത്രമല്ല, അന്നു മുതൽ ദൈവശാസ്ത്രജ്ഞർക്ക് വിശ്വാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ അവതാരത്തെയും ദിവ്യത്വത്തെയും കുറിച്ചുള്ള അമൂല്യമായ ഉൾക്കാഴ്ചകൾ നൽകി. സഭയുടെ ഈ മഹാനായ ഡോക്ടറെ നാം ബഹുമാനിക്കുമ്പോൾ സത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ഭക്തിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്ന് ചിന്തിക്കുക. അതിനായി ജീവിതകാലം മുഴുവൻ പീഡനങ്ങൾ സഹിച്ചിട്ടും അദ്ദേഹത്തിന് മൗനം പാലിക്കുന്നത് എളുപ്പമായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ വിശുദ്ധ അത്തനേഷ്യസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത തേടി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അത്തനേഷ്യസ്, അങ്ങയുടെ വിശ്വാസം, സത്യത്തിലുള്ള കുറിച്ച് അറിവ്, സത്യത്തിൻ്റെ പ്രഖ്യാപനത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ അങ്ങയുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾക്ക് കാരണമായി. എന്നിരുന്നാലും സഭയെ ശുദ്ധീകരിക്കാനും അവളെ ഒരു മഹത്വകരമായ പാതയിലേക്ക് നയിക്കാനും ദൈവം ആ കഷ്ടപ്പാടുകളും അങ്ങയുടെ ധൈര്യവും ഉപയോഗിച്ചു. അങ്ങയുടെ വിശ്വാസവും ധൈര്യവും എൻ്റെ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കുവാൻ ദയവായി അങ്ങ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. അങ്ങനെ ഞാൻ സ്നേഹിക്കാനും സേവിക്കാനും വിളിക്കപ്പെട്ടവർക്ക് ശാശ്വതമായ ഒരു പൈതൃകം അവശേഷിപ്പിക്കാൻ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയട്ടെ. വിശുദ്ധ അത്തനേഷ്യസ്
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.